നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലും വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിലും പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. തുടർച്ചയായ 5ാം ദിവസവും പ്രതിഷേധം കടുപ്പിച്ചതോടെ ഇരുസഭകളുടെയും നടപടികൾ തിങ്കളാഴ്ച വരെ നിർത്തിവെച്ചു. നീറ്റ് വിഷയത്തിൽ ഊർജിതമായ ചർച്ച ആവശ്യപ്പെട്ടും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടും പ്രതിപക്ഷം ഇരുസഭകളിലും ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയത്. ലോക്സഭ ആരംഭിച്ചപ്പോൾ തന്നെ ചോദ്യോത്തരവേളയും 0 അവറും തടസ്സപ്പെട്ടു. ആദ്യ പിരിച്ചുവിടലിന് ശേഷം 12 മണിക്ക് സഭ ചേർന്നപ്പോൾ നീറ്റ് വിഷയത്തിൽ ആദ്യ ദിവസം മുതൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി. കോൺഗ്രസ് നിബന്ധനകൾ വയ്ക്കുന്നതിലാണ് ചർച്ച നടക്കാത്തതെന്നും വിഷയം പരിഹരിക്കാൻ കർശന നിയമം കൊണ്ടുവരുമെന്നും പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. प्रधानमंत्री जी ने देश को आश्वासन दिया और जो प्रमुख एक्टिविस्ट जिन्होंने भूख हड़ताल किया, सोनम वांगचुक जी ने भी अपना अनशन तोड़ा है और चर्चा के लिए उन्होंने भी मांग किया है. तो फिर देश के सामने में अब हम चर्चा नहीं करके बहाना बनाएंगे तो ये अच्छा संदेश नहीं जाएगा. നീറ്റ് വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടും പ്രതിപക്ഷാംഗങ്ങൾ സഭാ നടപടികൾ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് ജഗദാംബിക പാൽ കുറ്റപ്പെടുത്തി. പ്രതിപക്ഷ പ്രതിഷേധം അടങ്ങാത്തതിനെ തുടർന്ന് ലോക്സഭയും തിങ്കളാഴ്ചത്തേക്ക് പിരിയുകയായിരുന്നു. രാജ്യസഭയിലും നീറ്റ് വിഷയത്തിൽ സമാനമായ പ്രതിഷേധങ്ങളാണ് അരങ്ങേറിയത്. സഭ ആരംഭിച്ചപ്പോൾ തന്നെ ചോദ്യോത്തരവേളയും 0 അവറും തടസ്സപ്പെട്ടു. 0 അവറിൽ സംസാരിച്ച പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ നീറ്റ് പേപ്പർ ചോർച്ച അടിയന്തരമായി ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ബഹളം അനിയന്ത്രിതമായതോടെ സഭ പലതവണ പിരിഞ്ഞു. ഉച്ചയ്ക്ക് 2 മണിക്ക് രാജ്യസഭ വീണ്ടും ചേർന്നപ്പോൾ പ്രതിപക്ഷം വീണ്ടും നീറ്റ് വിഷയത്തിൽ മുദ്രാവാക്യം വിളികളുമായി രംഗത്തെത്തിയതോടെ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവൻഷ് തിങ്കളാഴ്ചത്തേക്ക് സഭ പിരിച്ചുവിട്ടു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.